ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മണി പ്ലാന്റ് ഇഷ്ടമാണോ? അല്ലെങ്കിൽ മണി പ്ലാന്റ് പോത്തോസ് എന്നൊക്കെ പറയാം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ് മണി പ്ലാന്റ്. ഞാനിതിങ്ങനെ നല്ലപോലെ വളർത്തും. അതിൽ നിന്ന് പിന്നെ കുറച്ച് എടുത്ത് വേറെ മാറ്റി വെക്കും. ഇങ്ങനെ മാറ്റി 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 ഞാൻ എപ്പോഴും വെക്കും. ഇത് സാധാരണ നമ്മൾ എപ്പോഴും എല്ലായിടത്തും കാണുന്ന മണി പ്ലാന്റാണ്. ഇത് ഈ കാട്ടിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ നിന്ന് എടുത്ത് പറിച്ച് ഇവിടെ കൊണ്ടുവച്ചതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പം നമ്മളതിനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വളർത്തുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെയുള്ളത് ഈ ടൈപ്പ് മണി, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ ഒരു ഇത് ഇത് തൂക്കി ഇടാനും നല്ലതാണ്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചുറ്റിയൊക്കെ ഇടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇതും നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. പിന്നെ അതാ ഈ ടൈപ്പാണ്. അങ്ങനെ എൻ്റെ കയ്യിലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു മണി പ്ലാന്റും പോത്തോസും ആയിട്ട് ഒരു 5 ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെ ഒന്നും മേടിക്കാനൊന്നും പോയില്ല. ഒത്തിരി ടൈപ്പുണ്ട്, പല പല ഇലകളുടെ പല പല ഡിസൈൻ മാറിയിട്ടുള്ളതൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് തന്നെ അതിനെല്ലാം ഞാൻ കുറേശ്ശെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഇത് വീട് ഫുള്ളായിട്ട്, അതായത് എവിടെ നോക്കിയാലും മണി പ്ലാന്റ് ഈ വീട്ടിൽ ഉള്ളൊരു സംഭവമാണ്. എല്ലായിടത്തും മണി പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ ചെറിയ പാത്രങ്ങളിലും ഞാൻ ഈ ചെറിയ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ നുള്ളി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല പാത്രങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലോട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഞാനതങ്ങ് വെക്കും. അത് കഴിഞ്ഞ് അത് കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ പിന്നെ വേറൊരു വലിയ പാത്രത്തിലോട്ട് പിന്നീട് നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുള്ളതൊക്കെയാണ് കുറേയൊക്കെ ഈ കാണുന്നതൊക്കെ കേട്ടോ. ഈ തൂക്കിയിട്ടിരിക്കുന്ന അത് ഒന്ന് സാധാരണയുള്ളതും ഒന്ന് നല്ല കളറ് ഉള്ള ഗോൾഡൻ ഒരു ലീഫിൻ്റെ ഒരു കളറൊക്കെ വരുന്നില്ല, ആ ഒരു ടൈപ്പ് ഇതാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഇലയ്ക്കൊന്നും ഒരു ഇച്ചിരി വലുപ്പം ഇല്ലാത്ത പോലെ എല്ലാം ചെറിയ ഇലകളായിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതുമല്ല, നല്ലപോലെ വെയിലും ഇതൊക്കെ കിട്ടിയിട്ട് ഇതാവുകയാണെങ്കിൽ ഇലയ്ക്കും വലുപ്പം കൂടും കേട്ടോ. അത് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. വേനലിൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ നല്ലപോലെ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ല വലുപ്പം കാണും, നല്ല ഒരു പ്രത്യേക ഭംഗിയുമാണ്. മഴക്കാലമാകുമ്പോൾ എല്ലാം നനവിന് കുഴപ്പമില്ല എങ്കിലും ചെടികൾക്കൊക്കെ ഒരു ഇച്ചിരി ഒരു ഇതാണ് മഴക്കാലത്ത് വരുമ്പോൾ. ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുന്നതും ഇത് ഞാൻ വെള്ളത്തിൽ ചെയ്യുന്നുണ്ട്. വെള്ളം നിറച്ചിട്ട് ഞാൻ അതിനകത്ത് ചെയ്യുന്ന മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ ഈ വെള്ളത്തിൽ വളർന്നതിനെ ഞാൻ വീണ്ടും വേറെ പോട്ടിലോട്ട് മാറ്റി വെക്കുന്നതുമുണ്ട്. എന്നാലും ഞാനൊന്നും കളയില്ല. ഞാൻ എല്ലതും എവിടെയെങ്കിലുമൊക്കെ ഞാനിത് വെക്കും. അതായത് മുറിച്ച് കളയുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മണി പ്ലാന്റുകൾ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂങ്ങി കിടക്കുന്നൊക്കെ ഒരു ഇത് വരുമ്പോൾ ഞാനതിന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഞാൻ ഇട്ട് വെക്കുന്ന ഇതാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള കാണുന്നതാണ്. ഇതൊക്കെ കുറേ വെള്ളത്തിലും ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം എന്നും ഞാൻ ഈ വെള്ളം ഒഴിച്ച് ഞാൻ കളയും. കാരണം കൊതുകൊന്നും മുട്ടയിടാതിരിക്കാനായിട്ട് ഞാനെന്ത് ചെയ്യും, ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കും. അത് പകുതി വെള്ളമാണെങ്കിലും ഞാൻ കുറേ വെള്ളം ഇതിനകത്തോട്ട് എന്നും ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളം കഴിഞ്ഞു പോവുകയും മുകളിൽ മുട്ട ഇടാനുള്ള ഒരു ഇത് ഞാൻ കൊടുക്കില്ല. അതുകൊണ്ട് എനിക്ക് കൊതുകിൻ്റെ ശല്യമൊന്നും ഈ ഒരു ഇതിൽ ഇല്ല കേട്ടോ. സാധാരണ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അതിങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് കഴിയാനായിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ഈ കൊതുകൊക്കെ മുട്ടയിട്ട് വിരിയുന്നതൊക്കെ. അപ്പോൾ നമ്മളെന്നും വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഇങ്ങനെ കളയുവാണെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പം എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാനിങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ബോട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന പണ്ട് ഞാൻ ബോട്ടിൽ വർക്ക് നല്ലപോലെ ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു വിഷുവിൻ്റെ സമയത്ത് ചെയ്താണ് ഞാൻ ഈ ബോട്ടിലിൽ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണിത്. ഈ വെറുതെ പൈപ്പ് ഇരിക്കുന്നതിൻ്റെ അവിടെ ഞാൻ ചുമ്മാ ചാരി വെച്ചിരിക്കുക. അപ്പോൾ അത് പൈപ്പിൻ്റെ അവിടെ വരുമ്പോൾ എല്ലാം വെള്ളം ഞാൻ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കും. വെള്ളം ഇഷ്ടംപോലെ ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ, പ്ലാന്റാണ് നമ്മുടെ മണി പ്ലാന്റ്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം മണ്ണിലാണെങ്കിലും നല്ലപോലെ വെള്ളം കൊടുത്താലൊന്നും ചീഞ്ഞ് പോവുക അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ലപോലെ വെള്ളം കിട്ടിയാലും അത് അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ഒന്നുമല്ല. നല്ലപോലെ എവിടെയെങ്കിലും പിടുത്ത് നല്ലപോലെ വേരോട്ടം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിക്കാതെ നിൽക്കും കേട്ടോ. അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതാണ് ഈ എല്ലാ മണി പ്ലാന്റുകളും. ഇനി ഞാൻ അടുക്കള കഥയൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയും ഞാൻ കൊണ്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇതിന് ഞാനൊരു വടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വലുതാവും തോറും ഞാൻ ചുറ്റി നമുക്കൊരു കോൺ ഷേപ്പിലൊക്കെ നമുക്കിതിങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇവിടെയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണോ ഇങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ? ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മണി പ്ലാന്റ് പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്.
പിന്നെ ഇങ്ങനെ രാവിലെ കതകൊക്കെ തുറന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മണി പ്ലാന്റ് പച്ചയായിട്ടുള്ള മണി പ്ലാന്റുകൾ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.